ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ ഈ മാങ്ങാക്കാലത്തില് നമുക്ക് പച്ച മാങ്ങ വെച്ചിട്ട് നല്ല ഒരു സൂപ്പർ ആയിട്ടുള്ള റിഫ്രഷിങ് ജ്യൂസ് ഉണ്ടാക്കാവേ. പച്ച മാങ്ങ ജ്യൂസ്. അപ്പൊ അതിന്റെ വീഡിയോ ഒന്ന് പോയി നോക്കാം. ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3-4 മാങ്ങ, പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ഉണ്ട്, മിന്റ് ഉണ്ട്, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ കുറച്ച് പഞ്ചസാര, ഒരു നുള്ള് ഉപ്പ് ഇടണേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു 4-5 മാങ്ങ എടുത്തിട്ടുണ്ട്. ആ മാങ്ങയുടെ തോലെല്ലാം കളഞ്ഞ് നമ്മളൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാവേ. അതിനുശേഷം അതൊന്ന് ചോപ്പറിലിട്ട് അരിയാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ചോപ്പറിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളവും 1 കഷ്ണം ഇഞ്ചി, കുറച്ചൊരു പുതിന ഇല, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. വെള്ളം വേണമെങ്കിൽ 1 ഗ്ലാസ് എന്നുള്ളത് 2 ഗ്ലാസ് വരയ്ക്കും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് അടിച്ചെടുക്കുക. ജ്യൂസർ ഉണ്ടെങ്കിൽ ജ്യൂസറിൽ അടിച്ചെടുത്താൽ മതിയേ. ഞാനിപ്പോൾ ചോപ്പറിൽ തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അതിൽ നന്നായിട്ട് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അതിൽ അടിച്ചെടുക്കുവാണ്. ഇതിപ്പോൾ നമുക്ക് ഈ വെയിൽ കാലത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ റിഫ്രഷിങ് ഡ്രിങ്കാണ് ഇത്. കാരണം ഇതിൽ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള തേന അല്ലെങ്കിൽ പഞ്ചസാരയ ഇട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ പുളി ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഞാനിത് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, പ്രത്യേകിച്ച് വെയിൽ കാലത്തിൽ നമ്മൾ ഇതുപോലത്തെ ഡ്രിങ്ക്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അത് അവർക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സിയും വൈറ്റമിൻ എ, B6, വൈറ്റമിൻ കെ, അതുപോലെ പൊട്ടാഷ്യം, സോഡിയം, ഇത്രയും സാധനങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഫൈബർ റിച്ചുമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡൈജഷന് വളരെ നല്ലതാണ്. അതുപോലെ വൈറ്റമിൻ കെ ഉള്ളതുകൊണ്ട് ഹാർട്ടിൻ്റെ ഹെൽത്തിനും, പൊട്ടാഷ്യം ഉള്ളത് കൊണ്ടും ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് സ്കിന്നിന് ഇത് വളരെ നല്ലതാണ്. സ്കിന്നിനും മുടിക്കും എല്ലാം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ വന്നിട്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കൊളാജൻ്റെ പ്രൊഡക്ഷന് വളരെ നല്ലതാണ്. കൊളാജൻ അധികമായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് സ്കിന്ന് അങ്ങനെ യൂത്തായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഡ്രിങ്ക്സ് ഈ വെയിൽ കാലത്തിൽ കുടിക്കുന്നത് നമുക്ക് ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ജ്യൂസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുട്ടികൾക്ക് മാറി മാറി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ വന്ന് എടുത്ത് കുടിച്ചിട്ട് പൊക്കോളും. കാരണം ഈ വെയിൽ കാലത്തിൽ ചൂട് താങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വാട്ടർ മെലൺ ജ്യൂസ്, ഇതുപോലെ പച്ചമാങ്ങ ജ്യൂസ്, പിന്നെ മാങ്ങ പഴുത്തിട്ടുണ്ടെങ്കിൽ കൂടി പഴമാങ്ങ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം. പിന്നെ മിക്സഡ് ജ്യൂസായിട്ട് ഉണ്ടാക്കി വെക്കാം. കുക്കുംബർ ജ്യൂസ്, ഇതുപോലുള്ള ജ്യൂസുകൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളത് അവരെ എടുത്ത് കുടിച്ചിട്ട് പൊക്കോളും. ഇപ്പോൾ ഇവിടെ എൻ്റെ കുട്ടികൾ നോക്കിയാൽ ഞാൻ എടുത്തിട്ട് പോയി കൊടുക്കണം കേട്ടോ. അവർ ഇടയ്ക്ക് മുന്നേയൊക്കെ കുട്ടികളായിരിക്കുമ്പോഴേക്കും അവർ ഓടി ഓടി വന്ന് ഫ്രിഡ്ജിൽ നിന്നൊക്കെ തുറന്ന് അവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കുടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വലുതാകെ അവർക്ക് അതൊക്കെ പൊതുവേ മടിയാണ്. അപ്പോൾ ഞാനൊരു ടൈം ആകുമ്പോഴേക്കും, ഒരു 10 മണി 11 മണി ആകുമ്പോഴേക്കും അവരുടെ റൂമിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹൈലി ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ള ഡ്രിങ്ക്സാണിത്. അതുമാത്രമല്ല ഈ വേനൽക്കാലത്തിന് നമുക്ക് വെയിലിന് ചെറുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ മാങ്ങ എടുത്തിട്ട് അതിങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോപ്പറിലേക്ക് ഇട്ട് ഒരു ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ചൊരു മിൻറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്, പുതിന ഇല, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഇതിലേ തന്നെ നന്നായിട്ട് അരഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ചോപ്പറിലിടുന്നത്. ഇപ്പം ഞാനിതിലിങ്ങനെ മാങ്ങ നീട്ടത്തിലിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഒരുവിധം നല്ല ക്വാണ്ടിറ്റി മിൻറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പുതിന ഇല ധാരാളം ആൻറ്റി ഓക്സിഡൻസ് റിച്ചാണ്. അതുപോലെ തന്നെ
ട്രേസ് മിനറൽസ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ റിച്ചുമാണ്. അത് നമുക്ക് വെയിറ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി വളരെ നല്ലതാണ്. ശരിക്ക് പറഞ്ഞാൽ ഇതൊരു നല്ല ഹെൽത്ത് ഡ്രിങ്കാണ്. നമ്മുടെ കുട്ടികൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസ് എല്ലാം തന്നെ ഈ ഒരു ഡ്രിങ്കിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൽ പഞ്ചസാരയ്ക്ക് പകരം തേനാണ് ഉപയോഗിക്കേണ്ടത്. എനിക്ക് എടുക്കുന്നതിൽ തേനിടും. കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ പഞ്ചസാരയോ തേന അങ്ങനെ മാറി മാറി അവർക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പുളി ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തേക്കണേ. അല്ലെങ്കിൽ നമുക്കിതിന് ഭയങ്കര ഒരു പുളി മാതിരിയായിട്ട് തോന്നും. ഉപ്പിടാതെ ഇരിക്കരുത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു പണ്ട് കാലങ്ങളിലെ ആളുകൾ ഈ ചൂടുകാലത്ത് സംഭാരം എല്ലാം കുടിക്കുമല്ലോ. അത് ശരിക്കും നമ്മളുടെ ശരീരത്തിൽ വന്നിട്ട് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെയുള്ള തന്നെ ഒരു ഡീഹൈഡ്രേഷൻ വരാതെ നമുക്ക് ജലാംശം നഷ്ടപ്പെടാതെ സഹായിക്കുന്ന ഒരു നല്ല ഒരു ഹെൽത്ത് ഡ്രിങ്കാണിത്. അപ്പോൾ ഈ വെയിൽ കാലത്തിൽ പച്ചമാങ്ങയാണെങ്കിൽ വളരെ വില കുറച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും ഇല്ലേ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് വളരെ നല്ലതാണ്. ഇത് ഒരു 1-2 ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വയറങ്ങനെ ഫുള്ളായിട്ടിരിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചോറിൻ്റെ അളവും മറ്റ് ഫുഡിൻ്റെ അളവുകൾ എല്ലാം വളരെ കുറക്കാനായിട്ട് പറ്റുമേ. ഇതിൽ ഞാൻ നിറയെ പുതിന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിന ഇല വന്നിട്ട് നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണെങ്കിലും അതിൽ ഒരുപാട് കീടനാശിനികൾ തളിച്ചു വരുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെടിച്ചട്ടികളിൽ ഇത് നട്ടുണ്ടാക്കാവുന്നതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഇത് പിടിച്ചു വരും. അപ്പോൾ അത് നന്നായിട്ട് വെള്ളത്തിൽ ആദ്യം ഇട്ട് വെക്കണം. അതിനുശേഷം ടാപ്പ് വെള്ളത്തിലും നന്നായിട്ട് കഴുകിയെടുക്കണേ. അതിനുശേഷം മാത്രമേ ഇത് ജ്യൂസിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കഴുകിയെടുത്തതിന് ശേഷം ഞാനിങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടിച്ചിട്ട് ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാരയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ വന്നിട്ട് നമ്മൾ 4-5 മാങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അടിച്ചു വരുമ്പോഴേക്കും വെള്ളത്തിൻ്റെ കുറവ് കാണുന്നുണ്ട് ഞാൻ. അപ്പോഴേക്കും പിന്നെയും വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൽ നമുക്ക് ഞാനൊരു നുള്ള് ഉപ്പിടുവാണേ. ഉപ്പിടാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇതിൽ ഭയങ്കര ഒരു പുളിയായിട്ട് തോന്നും. നമുക്ക് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് ബാലൻസ് ചെയ്യും. പുളി അധികം അറിയാതെ നല്ല ഒരു സൂപ്പർ ടേസ്റ്റായിട്ടിരിക്കും. അത് മിൻറ്റ് ഇട്ടിരിക്കണോണ്ട് നല്ലൊരു റിഫ്രഷിങ് ഒരു ഇതാണ് നമുക്കത് കുടിച്ച് വരുന്നത്. അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ സംഭാരം പോലെ തന്നെ ഇത് നമുക്ക് വളരെ നല്ല ഒരു ഇതാണ്. ഇതിൽ നമ്മൾ പുതിനയില ഇടുന്നത് കൊണ്ടിട്ട് അത് നമ്മളുടെ ഓറൽ ഹൈജീന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് റിഡ്യൂസ് ചെയ്യാനും വളരെ നല്ലതാണ്. കുട്ടികളാണെങ്കിൽ ഈ ചൂട് കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ചൂട് കാരണം ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് കുടിച്ചിട്ട് പൊക്കോളും. അപ്പോൾ നാട്ടുംപുറങ്ങളിലാണെങ്കിൽ ഇപ്പോൾ പച്ചമാങ്ങ ധാരാളം കിട്ടുന്ന സമയമാണല്ലോ. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. എല്ലാ വൈറ്റമിൻസും ട്രേസ് മിനറൽസും വൈറ്റമിൻ കെയും വൈറ്റമിൻ എ, സി, B6 എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പുതിനയിലയിലും ധാരാളം ഔഷധ ഗുണങ്ങളും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഒന്ന് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളിതിൽ ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും വളരെ ഹെൽത്ത് വൈസ് നമുക്ക് നോക്കിയാൽ വളരെ നല്ലതാണ്. നമുക്ക് വെയിറ്റ് റിഡ്യൂസ് ചെയ്യാനെല്ലാം വളരെ നല്ലതാണ്. ഇപ്പം ഞാനിതിങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഒരു വലിയ ജാറിലേക്ക് നമ്മൾ അത് അങ്ങനെ ഒരു അരിപ്പയിൽ അരിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് മധുരം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരിയൂടെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒരു മധുരം ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ല വലിയവർക്കാണെങ്കിൽ തേനിട്ട് കൊടുക്കാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ പച്ചമാങ്ങ വെച്ചുള്ള ഫ്രഷ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ അരിച്ചെടുക്കണം.
ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ ഫ്രഷ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കുടിച്ച് നോക്കിയിട്ട് പറയാം. ഇതങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം ഈ വേനൽക്കാലത്ത്. എന്നിട്ട് ഇടയിലിടയിൽ കുടിക്കുകയും ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ കുടിച്ച് നോക്കിയിട്ട് പറയാം. ഹലോ, അപ്പോൾ നമ്മുടെ ഫ്രഷ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ ബൈ.